വേടൻ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായ ഒരാളെന്നുള്ള രീതിയിലാണ് ചേച്ചി ഇപ്പം വേടനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞത്. പക്ഷെ ആ വേടൻ ഇപ്പോൾ ഈ ഒരു ഭരണകൂടത്തിന്റെ ഒപ്പമാണ്. കാരണം അതിന് തൊട്ടു പുറകെ അവര് പ്രോഗ്രാമുകൾക്ക് വിളിക്കുന്നു. അപ്പം അതിനെ ചേച്ചിക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കും? അതായത് വേടൻ തന്നെ പറയുന്നുണ്ട്, വേടൻ ഒന്നാമതേ വേടൻ ഒരു റാപ്പർ മാത്രമാണ്. ഓക്കെ, അദ്ദേഹം ഒരു ഗായകനാണ്, കമ്പോസറാണ്, പെർഫോമറാണ്. അതിലപ്പുറം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ അടവുനയോ സമദൂരവും ഒന്നും നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ആ ഉപജീവന മാർഗ്ഗത്തിനുള്ള ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വേടനൊക്കെയും പുതിയ തലമുറയുടെ ഭാഗമാണ്. അതേ വേടൻ സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാമിനാണ് പോയത്. ഓക്കെ, പലപ്പോഴും ഇത് പിണറായി വിജയൻ്റെ പ്രോഗ്രാമായിട്ടോ CPM-ൻ്റെ അടിമ എന്നൊക്കെ വേടനെ പറയുന്നത് കേട്ടു. ഇതിപ്പോൾ ആക്ച്വലി വേടൻ പറയേണ്ടതാണ് ഈ ഉത്തരം. പക്ഷേ ഞാൻ എൻ്റെ ഒരു അംബേദ്കറൈറ്റ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. വേടന് ഭരണകൂട ഭീകരതയ്ക്ക് അകത്ത് വേടൻ പെട്ടെന്ന് അകത്താകുന്നു. അതിനെ തുടർന്ന് വേടനെ കാണുവാൻ വേണ്ടി ഒരുപാട് NRI സമൂഹം വന്നു കഴിഞ്ഞപ്പോൾ സർക്കാരിന് പിടികിട്ടി വേടനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ വോട്ട് പോകും. ഇടതുപക്ഷം ഇനിയും ഭരണത്തിന് കയറണമല്ലോ അവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വേടനെപ്പോൾ ഉള്ള ഒരാൾ അവർക്ക് അത്യാവശ്യമാണ്. അല്ലാതെ ഇവിടെ കോൺഗ്രസും BJP-യും അല്ല, ഇടതുപക്ഷം നല്ല ഭരണം കാണിച്ചു വെച്ചുകൊണ്ടൊന്നുമല്ല അവരിനിയും കയറാൻ പോകുന്നത്. കോൺഗ്രസും BJP-യും വീക്ക് ആയതുകൊണ്ട് മാത്രം, നല്ല പ്രതിപക്ഷങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരിനി കയറാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു വേടൻ്റെ ഈ ഒരു ഹാലോ ഇപ്പം വേടനുള്ളത് അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ വേടനെ വിളിക്കുന്നു. പക്ഷെ വേടനെ നിങ്ങൾ SFIയുടെ വേദിയിലാണോ കണ്ടത്? DYFIയുടെ വേദിയിലാണോ കണ്ടത്? CPM-ൻ്റെ വേദികളിലാണോ കണ്ടത്? അല്ല, സ്റ്റേറ്റിൻ്റെ പരിപാടിക്കാണ് വേടൻ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അംബേദ്കർ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളെപ്പോലെയൊക്കെ ഒരു ഫുൾ ടൈം വർക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ സ്റ്റേറ്റാണ് വിളിച്ചത്. സ്റ്റേറ്റ് അവിടെ എന്നും ഉണ്ട്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15, അത് കഴിഞ്ഞ് അവരിറങ്ങിപ്പോകും. അടുത്ത സ്റ്റേറ്റിലേക്ക് കടന്നു വരുന്ന ഇനിയിപ്പോൾ VD സതീശൻ ആണെങ്കിൽ അതും സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് വിളിച്ച പ്രോഗ്രാമിന് അല്ലാതെ പിന്നെ ആര് വിളിച്ച പരിപാടിക്കാണ് അദ്ദേഹം പോകേണ്ടത്? അദ്ദേഹം വിഘടനവാദി അല്ലല്ലോ. അപ്പം വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്സ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ല തലയുണ്ട്. ഇത്രത്തോളം സക്സസ് ആയിട്ടുള്ള, കല കൊണ്ട് സക്സസ് ആയിട്ടുള്ള വേറെ ഒരു ദലിത് വ്യക്തി ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾക്ക് അത് ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു 10 പ്രോഗ്രാം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയായിരിക്കും? അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് പിണറായി വിജയൻ്റെ കുപ്പിയിലടച്ച ഭൂതമാണോ അദ്ദേഹം? ഇങ്ങനത്തെ ആശയങ്ങൾ പറയുന്നത് തന്നെ തെറ്റാണ്. ഇങ്ങനെയൊന്നും എപ്പോഴും ആരെങ്കിലും ഗൈഡ് ചെയ്ത് വേണം. വേടനെ ആരും ഗൈഡ് ചെയ്തില്ലല്ലോ. വേടനെ ഇവിടെ ഒരു ഫിഗറായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞു തന്നെയാണ് അദ്ദേഹം പോയത്. അപ്പോൾ അതിനകത്ത് മറ്റു നറേഷൻ ഉണ്ടാക്കാതെ നമ്മുടെ പൊളിറ്റിക്കൽ ബുദ്ധി കൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലരുത്. നമ്മുടെ പൊളിറ്റിക്കൽ ബുദ്ധി കൊണ്ടും അതിവായന കൊണ്ടും നമുക്ക് ആരെയെങ്കിലും രക്ഷകർത്താവാകണം എന്നുള്ള രീതിയിലൊന്നും അങ്ങോട്ട് പോകാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് ചെയ്യുന്നത്. ആ തൊഴിൽ ചെയ്യാനായിട്ടുള്ള നല്ല ഒരു ടീം അവർക്കുണ്ട്. ആ ടീമിനകത്ത് മീഡിയയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷ് പത്രങ്ങളോട്ട് സംസാരിക്കേണ്ടതിന് ഏത് വിങ്ങാണ്, എല്ലാം ഉണ്ട്. മാനേജർമാരും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല വിങ് അദ്ദേഹത്തിനുണ്ട്. അത് അവർ ചെയ്തോളും. ഇത് നമ്മളെപ്പോലെ ഞാൻ നയിക്കുന്ന പാതയിൽ കൂടി ഇങ്ങനെ ഈ മെഴുകുതിരി കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ ടോർച്ചടിച്ചു തരാം, നിങ്ങൾ നടന്നോ എന്നൊന്നുള്ള തരത്തിലുള്ളൊരു വ്യക്തിയായിട്ട് അത് തന്നെ ഒരു രക്ഷകർത്തൃത്വ സ്വഭാവമാണ്. സ്റ്റേറ്റിൻ്റെ പരിപാടിക്ക് വേടൻ പോകുന്നതിന് ഞാനൊരു തെറ്റും കാണുന്നില്ല. ആ സ്റ്റേറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസുകൾ മാർജിനലൈസ്ഡ് സമൂഹത്തിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ തിരിച്ചു സംസാരിക്കും. നമുക്കെന്താ വേടനോട് കടപ്പാട്? മറ്റ് കടപ്പാടുകൾ സഹോദരത്തിനും അപ്പുറം. സഹോദരർ തെറ്റ് ചെയ്താലും നമ്മൾ വീടിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? അല്ലാതെ ആരുടെയെങ്കിലും PR വർക്കിനോ ഒന്നുമല്ല ഇത് ചെയ്യുന്നത്. ഇത് കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും അവിടെ ഈ മീറ്റു അഡ്രസ് ചെയ്ത പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നമ്മളിപ്പം പറഞ്ഞത് ശരിയാണ്, വേടനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. വേടൻ എന്നല്ല, ആരാണേലും ഇത്തരത്തിലുള്ള
കാര്യങ്ങൾ നേരിടുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. എങ്കിലും ആ ഒരു മീറ്റു അഡ്രസ്സ് ചെയ്ത പെൺകുട്ടികളോട് അവരുടെ ഒരു സൈഡിൽ നിന്ന് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സെക്ച്വലായിട്ടുള്ള ഈ ഇത്തരം കേസുകളൊക്കെ വരുമ്പം നമ്മുടെ ഞാൻ ഏത് വിഷയം, ഇപ്പോൾ വേടൻ്റെ വിഷയമായാലും ഈ പെൺകുട്ടികളുടെ വിഷയമായാലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇന്ത്യക്കകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ചാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നിയമസഹായമൊക്കെ പലരോടും ചോദിച്ചിട്ടൊക്കെയാണ്. കാര്യം ഇതൊരു സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം. ഓൾറെഡി ഇത്തരം ഒരു കേസ് എൻ്റെ പേരിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പിന്നെ സർവകലാശാലകൾക്കകത്തൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ മാർജിനലൈസ്ഡ് പൊളിറ്റിക്സ് പഠിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ വാചകങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ട ഒരു ഭാഗമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പെൺകുട്ടികളുടെ ഇങ്ങനെ ഒരു ഇഷ്യൂ പെൺകുട്ടികൾ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ എടുത്ത് മാറ്റിക്കൊണ്ടല്ല, എന്നെ മാറ്റി നിർത്തുക ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നേരത്തെ മീറ്റു പറഞ്ഞ സമയത്ത് ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. നടൻ്റെ റേഷനറി മുട്ടിക്കുവാൻ വേണ്ടിയാണ് മൃദുല ഇപ്പോൾ ഇങ്ങനെ മീറ്റു പറഞ്ഞു എന്നൊരു ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിപ്പോഴും അതിനെ ട്രോമയിൽ ഏർപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു ദലിത് ഫെമിനിസ്റ്റ് ആ സമയത്ത് പറഞ്ഞത് മൃദുലാദേവിയെ അപേക്ഷവെച്ചൊന്നും ആരും പിടിച്ചിട്ടില്ലേ, പിന്നെയാണ് ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വെച്ചാൽ അതൊക്കെ അത്രയും വലിയ പ്രശ്നമാണ്. അപ്പം അവരെന്തൊക്കെ ട്രോമകളിൽ കൂടെ പോകുമെന്നും ഏതൊക്കെ അവസ്ഥകളിലൂടെ അവർ പോകുമെന്നുള്ളതും എനിക്കറിയാം. കാരണം സമൂഹം പക്വമായി പെരുമാറുവാണെങ്കിൽ ഈ രണ്ട് കാര്യവും കൃത്യമായിട്ട് ഇവിടെ പോകും. പക്ഷെ അത് അനുവദിക്കുന്നില്ല. വേടൻ്റെ ശത്രുക്കളും മീറ്റു ആരൊക്കെ ആരോപിച്ചോ അവരെയൊക്കെ ശത്രുക്കളാക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. ഇവരുടെയൊക്കെ സപ്പോർട്ടേഴ്സും ഇവിടെയുണ്ട്. ഇവർ കയറുന്ന ഒരു യുദ്ധക്കളമാക്കുന്നതിന് എൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കത്തില്ല. അതിനകത്ത് എടുക്കേണ്ട ഒരു സമവായം എന്താണെന്നുള്ള ലീഗൽ ആക്ഷൻ ഞാൻ ആലോചിച്ച് 2-3 വക്കീലുമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ വിഷയത്തെ ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കുകയും മീറ്റു പറഞ്ഞിട്ടുള്ള കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ടും ഞാനത് അതിനെ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് ഈ സമയത്ത് എനിക്കിത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അവരെ കളഞ്ഞുകൊണ്ടല്ലത് ഞാനത് പറയുന്നത്. പിന്നെ കുറേ ഫെമിനിസ്റ്റുകളെന്ന ആഘോഷം അവരുടെ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. അവർ ഫെമിനിസം പഠിച്ചെടുത്ത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഫെമിനിസം ഇങ്ങനെ അവരെ പോലത്തെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫെമിനിസം അല്ല ഞാൻ പഠിച്ചത്. കാരണം ഇപ്പം അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ വളർന്നു വന്നാൾ, എന്നിട്ട് ഞാൻ കുറ്റം പറയുന്നത് പറയരുത്, ഒന്ന് ചിന്തിക്കരുത്. ഞാനതല്ല പഠിച്ചത്. ഞാൻ എൻ്റെ ജീവിച്ച് അനുഭവിച്ച് പഠിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ പിന്നീട് നല്ല നല്ല ലോകത്തിലെ തേർഡ് വേൾഡ് കൺട്രീസിലെ ഫസ്റ്റ് വേൾഡ് കൺട്രീസിലെ ഒക്കെ എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ഫെമിനിസത്തിൻ്റെ വളർച്ചയുണ്ട്. അതായത് റെഫ്യൂജികളുടെ ക്രൈസിസിൽ എങ്ങനെയാണ് ഫെമിനിസം ഇടപെടുന്നത്. ഫെമിനിസം ചുമ്മാ സ്ത്രീ പുരുഷ തുല്യത മാത്രം പറയുന്ന ഒന്നുമല്ല. ആണിനെ പെണ്ണിനെ ശത്രുവശത്ത് നിർത്തുന്നതും ക്യൂർ സമൂഹത്തെ മാറ്റി നിർത്തുന്നതോ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ അവഗണിക്കുന്നതോ ഒന്നുമല്ല. അപ്പം ആ ഒരു ചിന്താപദ്ധതിയെ നമ്മൾ ദുരന്ത സമയങ്ങളിൽ അഗ്നിപർവ്വതം പൊട്ടുന്ന സമയങ്ങളിൽ അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുൻപേ നേരത്തെ ഒരു സൂചന കിട്ടുമ്പോൾ അവിടെ ഫെമിനിസ്റ്റുകളാണ് ഏറ്റവും അധികം സ്നേഹത്തിൻ്റെ ഉറവയുമായി എത്തുന്നത്. ലാവ പൊട്ടുന്നതിന് മുൻപേ സ്നേഹത്തിൻ്റെ ഉറവയുമായി കടന്നു വരുന്ന ഫെമിനിസം ഉണ്ട്. അതൊക്കെയാണ് ഫെമിനിസം. അല്ലാതെ ഇവിടെ വന്നിട്ട് ഈ ഗ്വാഗ്വാവിളി അല്ല ഫെമിനിസം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ പറയുന്നു, ആ സമയത്ത് ഈ പെൺകുട്ടികൾ വല്ലാത്തൊരു ക്രൈസിസിൽ കൂടി ആയിരിക്കും. അവർ ഇമോഷണലിയാണ് അപ്പോൾ ഡിസിഷൻ എടുക്കുന്നത്. ആ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ദേഷ്യം, സങ്കടം, ഒരുപാട് മൂഡ് സ്വിങ്സ് അവർക്കുണ്ടാകും. ഞാനതൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ എന്നെക്കാൾ ഗുരുതരമായിട്ടാണ് അവരുടെ അവസ്ഥകൾ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വളരെ പക്വമായി ഞാൻ കൈകാര്യം ചെയ്യേണ്ടതാണെന്നുള്ള ഉത്തരവാദിത്വ ബോധമുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവരാൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അവരുടെ മുമ്പിൽ ശരിയാകണം എന്നോ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളുടെ മുമ്പിലും ശരിയാകണം, പിന്നെ വേടനെ സപ്പോർട്ട് ഞാൻ ചെയ്യും, അങ്ങനത്തെ ഞാനിന്മ കളിക്കൊന്നുമില്ല. സപ്പോസ് എന്നെ ഷീബ എതിർക്കുന്നതായിരിക്കും, ഐ ഡോണ്ട് കെയർ. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാതയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നാളെ ഒരവസരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, അല്ല എന്നെ നിങ്ങൾക്ക് കളഞ്ഞപ്പോൾ പോയെന്നോന്നും എനിക്കൊന്നും ഞാനിങ്ങനെ ഈ സേഫ് സോണിൽ ഗുഡ് ബുക്ക് എൻട്രിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്കൊന്നും ഇറങ്ങരുതായിരുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.